ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു എ ന്യൂ ഡേ. ഉറക്കം എണീറ്റിരിക്കുകയാണ്. ജസ്റ്റ് ഫ്രഷപ്പ് ആയതേ ഉള്ളൂ. അതാണ് ഫേസ് ഇങ്ങനെ ഇരിക്കണേ. നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് കിടന്നു, അത് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഫ്രഷപ്പ് ആയി കഴിഞ്ഞപ്പോൾ കരുതി എന്തായാലും പണിയും പരിപാടികളൊന്നും ഇല്ല, ഒരു ഓഫ് ഡേ ആണ്. സോ ഇന്നത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ എഴുതി. പിന്നെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ബ്രഷൊക്കെ ചെയ്തു, ഫേസൊക്കെ വാഷ് ചെയ്തു. സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഫുഡ് കഴിക്കണം. അതിന് കിച്ചണിലേക്ക് പോകണം. അതിന് ബാക്കിയുള്ളതപ്പോൾ കാണിക്കാം. ബൈ. സ്റ്റാൻഡൊന്നുമില്ല, സോ ഒരു കുഞ്ഞു മിറർ. ഇത് വെള്ളത്തെ ടേബിളാണ്, അതിൽ കുഞ്ഞൊരു മിററുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പുറത്തൊന്നും അധികം പോകാറില്ല, പക്ഷെ എന്നാലും ശരി ഒരു സൺസ്ക്രീൻ ചിലപ്പോൾ നമ്മൾ എടുക്കാനും വേസ്റ്റ് കളയാനൊക്കെ പോകും. അപ്പം ചൂടൊന്നും ഇവിടെ അടിക്കില്ല, തണുപ്പാണ്, മൊത്തത്തിലും തണുപ്പാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, എന്നാലും നമ്മളോട് ഇതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫുഡ് പോയിട്ട് ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ കഴിക്കണം. കിച്ചൺ ഒരു 10 സ്റ്റെപ്പ് വെച്ചാലേ എത്തുള്ളൂ. നമുക്കവിടെ പോയിട്ട് കാണാം. നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോകണം. രാവിലെ ഫുഡ് കഴിച്ചിട്ട് കിച്ചണിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അവരുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് തരും, പോയി എടുത്തിട്ട് വന്നിട്ട് കഴിക്കണം. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട്. അപ്പോഴത്തോട്ട് ഞാൻ ഫോൺ കൊണ്ടുപോകണില്ല, റെഡി ആയിട്ട് നമ്മൾ അതിനകത്ത് പോകുന്നതുകൊണ്ട് ഫുഡ് എടുക്കാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇനി അവിടെ പോയി ഫുഡ് എടുത്തിട്ട് വരണം. വെയിലുണ്ട്, പക്ഷെ എന്നാലും ഇപ്പം ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. പോയിട്ട് വരാം. സൗണ്ടൊക്കെ ഇത്രയും ക്ലിയർ ആണെന്നറിയില്ല. ഞാനിപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. ഇന്ന് ഫുഡ് എന്താണെന്ന് നോക്കിയില്ല, സാധാരണ ചോദിച്ചിട്ടാണ് എടുക്കാറ്. ഇന്ന് നോക്കിയില്ല, ഇനിയിപ്പോൾ നോക്കണം ഫുഡ് എന്താണെന്നുള്ളത്. ഇപ്പോഴേ കഴിക്കുന്നില്ല, കാരണം ഫുഡ് രാവിലത്തെ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് ഞാൻ കരുതി മുസമ്പി ഇരിപ്പുണ്ട്, അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് തൽക്കാലം ഇടക്കാല ആശ്വാസം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, കഴിക്കാണ്ട് അത് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാനിത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ എന്ത് പറയണം എങ്ങനെയാണ് അതൊന്നും അറിയാൻ പാടില്ല. ഒന്ന് രണ്ടാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്കുള്ളത് എടുക്കാൻ മറന്നു പോകുന്നുണ്ട്, ഓർക്കണില്ല. ഇനിയിപ്പം പോകെ പോകെ ശരിയാവായിരിക്കും. ഇപ്പം തൽക്കാലം നമുക്ക് പോയി ജ്യൂസൊക്കെ അടിച്ചിട്ട് വരാം. ബൈ. എനിക്കൊന്നും അറിയില്ല, അപ്പം മുസമ്പി കുറച്ച് ബുദ്ധിമുട്ടുള്ളവരല്ല, എന്നാലും മൊത്തം കഴിക്കോളും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആവശ്യമാണല്ലോ. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ജ്യൂസറുണ്ട്, അതിലൊക്കെ ഇട്ടിട്ട് അടിച്ച് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ കവർ ചെയ്താട്ടോ ഇത് കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനും വാഷ് ചെയ്തില്ല, സാധാരണ വാഷ് ചെയ്തിട്ടാണ് എല്ലാവരും വാഷൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. എങ്ങനെ വരുന്നതെന്ന് അറിയില്ലല്ലോ. ഞാനത് വാഷൊന്നും ചെയ്തില്ല, കാരണം നികത്തായാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുക ചെയ്യുന്നത്. ഞാൻ ഇനിയിപ്പം വീഡിയോ എടുക്കുന്നില്ല, കാരണം ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് തീർന്ന് വരുന്നോടെ വരെ നിങ്ങൾ ഇതിലിരിക്കണം. ഓൾറെഡി 3 minutes ആയി. ഞാനത് ജ്യൂസ് അടിച്ചിട്ട് കാണിക്കാം. ജ്യൂസ് അടിച്ച് കഴിഞ്ഞു കാണിച്ചില്ല കേട്ടോ, പല രീതിയിൽ ലൈറ്റ് എത്തും. എനിക്ക് എൻ്റെ സിസ്റ്റർ അവൾ കാണാൻ വന്ന സമയത്തേക്കും ഒരു പൈനാപ്പിളൊക്കെ ഉണ്ട്, ഇതിനകത്തൊരു പൈനാപ്പിളൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല, സ്മോൾ പൈനാപ്പിളാണ്. അപ്പം സോറി, അവൾ എനിക്ക് വന്നിട്ട് വാങ്ങിക്കൊണ്ട് വന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അവൾ വരാൻ നേരത്തെ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നേ കാണാൻ വന്നപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു 7 months ആയിട്ട് എൻ്റെ അടുത്ത് ഉണ്ട്. ഇപ്പോഴാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ളായി. ഇത് ഇത്രയും ഞാൻ എങ്ങനെ കുടിക്കുന്നത് എനിക്കറിയില്ല, കാരണം കറിയുണ്ട്. കുടിച്ചോട്ടെ, കൊള്ളാമോ എന്നറിയില്ല. അടിപൊളി. ഞാൻ കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കുടിക്കണം. നമ്മൾ പൈനാപ്പിൾ പോലൊക്കെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇപ്പോൾ കൂടി ഇട്ടപ്പോൾ അടിപൊളി. അടിയിൽ ഇപ്പോൾ സെറ്റിൻ്റെതാ ക്യൂട്ടായിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇതിൽ കാണുമ്പോൾ തിരിഞ്ഞായിരിക്കും യു മേക്ക് മീ സ്മൈൽ. ചേച്ചി അവൾ നോക്കി വാങ്ങിയതാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇപ്പം ഞാനിതൊന്നും യൂസ് ചെയ്യുന്നത്, ഞാൻ എടുത്ത് നോക്കില്ല, ഇടയ്ക്ക് ഇപ്പോൾ എടുത്ത് നോക്കിയിട്ടാ. ഇനിയിപ്പോൾ നമുക്കുള്ള പണി എന്നല്ല, ഇവിടെ ഫുള്ള് അഴുക്കായിപ്പോയി. ഇവിടെ മൊത്തം അതൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് കട്ട് ചെയ്യാനുള്ള പ്രശ്നമാണ്, നമുക്കിവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കാരണം മൊത്തത്തിൽ ഒരു ഇതായിട്ട് കിടക്കും. അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇത് ടേബിളിൻ്റെ ഫ്രണ്ട് മിറർ, ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന ക്യാബേജ് തോരനുണ്ട്, ഇത് ചൂടാക്കണം. പിന്നെ സാമ്പാറുണ്ട്, അതും ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഇപ്പോൾ ഇത്രയും വെള്ളം. ഇത് പാത്രം കേട്ടോ. അച്ചാറുണ്ട്, ഇത് വാങ്ങിയതാണ്. ഇത് ഗാർലിക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ചാറാണ്, സോ ഇതും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കഴിക്കാൻ വേണ്ടി തോരനും ചേച്ചി സാമ്പാറും ഇതിനകത്ത് കുറച്ച് എടുക്കും കേട്ടോ. അതും പിന്നെ ഈ ഗാർലിക് പിക്കിളും ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കാം. സൂപ്പർ.
അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് സിനിമയൊക്കെ കണ്ടു. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. ചെറിയൊരു ഹെയർ കെയർ എന്ന് പറയാൻ ജസ്റ്റ് ഞാൻ കുളിക്കാൻ പോയതിന് മുന്നേ കുറച്ച് മഞ്ഞൾ ഞാൻ ഫേസിൽ അതൊക്കെ തേച്ച് ചെയ്യാറുണ്ട്. മുഖം മൊത്തം പിമ്പിൾസാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് ഡാൻഡ്രഫൊക്കെ ഉണ്ട്. അപ്പം ഒരു ഷാമ്പു ഒക്കെ ഇട്ട് നല്ലോണം കുളിച്ച് മുഖച്ചി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരട്ടാന്ന് വിചാരിക്കുന്നു. ഇനി അതിനുള്ള പരിപാടികൾ. സോറി, കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം ഇത് വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അതിന് പറ്റിയ പൊസിഷനൊന്നും ഇവിടെ ഇല്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യുന്നത്. കുറച്ച് കണക്കില്ലേ. ഓക്കെ. ഇത് മറ്റേ ആൽസ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഉണ്ടോ? കാണില്ലായിരിക്കും. ജസ്റ്റ് എന്നാലും ഇതിപ്പം എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പം കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. കുറേ പേര് ഇതിനെക്കുറിച്ച് പറയുന്നത് കണ്ടു. നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഹെയർ ഫോളൊക്കെ കൺട്രോൾ ആവുന്നുണ്ട്. ഹെയർ ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കൊന്നും ഒരു 1 മന്തായി. കുഴപ്പമില്ല. യൂസ് ചെയ്തിട്ട് പണ്ടത്തെക്കാളും നല്ലോണം ചെറിയ ചെറിയ ഗ്രോത്തൊക്കെ വരുന്ന പോലെ ഹെയർ ഗ്രോത്തൊക്കെ വരുന്ന പോലെ കാണുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടോ, വീക്കിലി നമ്മൾ ട്വൈസ് എങ്കിലും ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല. കാരണം എനിക്ക് ഓൾറെഡി ഫേസ് മുഴുവൻ എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വീക്കിലി വൺസ് ആണ്. കാരണം പിമ്പിൾസ് ഉള്ളവർ സ്ക്രബ് ചെയ്യരുതെന്ന് ഞാൻ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്യും, എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യും. അപ്പം എൻ്റെ ഫേസ് നിങ്ങൾ അതിൽ നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. കുറച്ച് ഓയിലിട്ട് കുറച്ച് ബ്ലാക്കിലായിട്ടല്ലേ. അപ്പം ഞാനിനി ഒരു സ്ക്രബൊക്കെ ചെയ്ത് ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫേസ് ഇപ്പം സ്ക്രബ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്ത് അപ്പോഴത്തേനും ഫേസ് കുറച്ചൊരു ഗ്ലോ ഒക്കെ കിട്ടി. അത് സ്ക്രബ് ചെയ്തപ്പോഴത്തേനും ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യില്ല. കാരണം ഓൾറെഡി എനിക്ക് കുറേ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്തത്. പക്ഷേ നല്ല വ്യത്യാസം അറിയാണ്ട് കുഴപ്പമില്ല. കുറച്ച് ക്ലീൻ ആയി പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു വ്യൂ എടുത്തില്ല, മിററിലാണ് കാണിച്ചത്. അതുകൊണ്ട് ഇത്രയും ഡിഫറൻസ് അറിയാമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിപ്പോൾ നല്ല കുറച്ച് ഇതൊക്കെ മാറി ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒരു മാസ്കും കൂടെ അപ്ലൈ ചെയ്യണം. അതുകൂടെ ചെയ്തിട്ട് നോക്കാട്ടോ. കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇത് മുഖം വലിയും. എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതിനി ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് ഡ്രൈ ആവുന്നിടം വരെ ഞാൻ വെക്കുള്ളൂ. അതിന് വാഷ് ചെയ്ത് കളയും. ഞാൻ കേട് മിൽക്കില്ലാത്തതുകൊണ്ട് ഹണി യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ. കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട് നേരത്തേക്കാളും. പിന്നെ ഒരു റഷ് ഒരു ക്ലീൻ ആയിട്ട് കിട്ടി. അതാണ് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കിട്ടി. മുമ്പ് തൊടുമ്പോൾ ഇതൊന്നുമില്ല, കുറച്ച് നീറ്റായി പോലെ തോന്നും. പിമ്പിൾസ് കാര്യമാണ് കേട്ടോ. കാരണം ഇതൊക്കെ എനിക്ക് എപ്പോഴും ഇനി വീഡിയോ എടുക്കാനും ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് എപ്പോഴും പിമ്പിൾസ് ഉണ്ട്, കുറേ പിമ്പിൾസ് ഉണ്ട്. അത് മാറില്ല. ഇനി നാട്ടിൽ വന്ന് ഡോക്ടറിനൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് വേണം നോക്കാൻ. അല്ലാതെ എന്തോ സ്കിൻ ഇഷ്യൂസ് ആണ്. ഡാൻഡ്രഫ് ഉണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കണം. കുറേ ട്രൈ ചെയ്യുന്നുണ്ട് മാറാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു 3 days മുന്നേ. അപ്പം കുറച്ച് തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അത് ഓർത്തത്, കുറേ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കാനൊക്കെ ഇരിപ്പുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അതെല്ലാം കൂടെ മടക്കിയൊക്കെ വെക്കണം. ഓക്കെ. അതൊക്കെ ഇട്ടുന്ന ഡ്രസ്സൊക്കെയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഹലോ, വെൽക്കം ബാക്ക്. സോറി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പം ഒരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. മുകളിൽ ചാർജൊന്നുമില്ല. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേട്ടോണ്ടാണ് ചെയ്യാറ്. ചുമ്മാ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾ ആർക്കൊക്കെയാണ് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് പണിയെടുക്കാൻ ഇഷ്ടമെന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്രഷപ്പ് ആയി, ഡ്രസ്സൊക്കെ മാറ്റി. ഇനി ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് വരാം. എന്നിട്ട് വേണം കാണാം കേട്ടോ. ബൈ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് സെയിം മോർണിംഗ് ഇട്ട പോലെ ഒരു മോയ്സ്ചറൈസർ ഇടും. കാരണം സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിപ്പോൾ. നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ പൊരിഞ്ഞ് ഇറങ്ങുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇടും ഞാൻ. പോയിട്ടൊന്ന് കാണാം. ഹലോ. നമ്മളങ്ങനെ ഫുഡല്ല എന്താ ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാം. ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് മണ്ടക്കത്തെ സോസാണേ. ഒരു മയോണൈസും കെച്ചപ്പോട്ടുള്ളൊരു സാധനം. പിന്നെ നമ്മുടെ സ്വന്തം കെച്ചപ്പ്. ഇതെല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും. എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം എനിക്കിത് എല്ലാത്തിനോടും ഞാനിത് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അത് കൂട്ടിയാണ് കഴിക്കുക. പിന്നെ ഒരു കാപ്പിക്കട്ടൊക്കെ പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സാമ്പ്രാണിത്തിരിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. നല്ല സ്മെല്ലാണ് ഇതിന്. സോ അതും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചാണ്. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ബ്രെഡൊക്കെ കഴിച്ചു, ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാപ്പി തീർന്നില്ല. അപ്പം ഞാൻ കുറച്ചൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ എന്തൊക്കെയോ
ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തിടുമ്പോഴേ അറിയുള്ളൂ. ഇടണമെന്ന് പ്ലാൻ ഇല്ല, ഇങ്ങനെ നോക്കണം ഇടണം എന്നുള്ള ഒരു ഇതിലാണ്. നമുക്ക് മൈൻഡ് കുറച്ചുകൂടെ റിലാക്സേഷൻ ആയിട്ടൊക്കെ തോന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പം ഇങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രീ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണിത്. മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ നോക്കാം. ഭയങ്കര പാടില്ല. ഇനിയും ഫുഡ് എടുക്കാൻ പോകണം നൈറ്റ് എന്നുള്ളത്. ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് കഴിക്കാം. അപ്പോൾ കാണാം. ബൈ. എൻ്റെ ഫ്രണ്ട് അവൾ വേറെ റൂമില്ല. അവൾ വന്നിട്ട് അവളുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക എങ്ങനെ വരും എന്നൊക്കെ. അപ്പം ഞാനിപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നീ നോക്കിയേ നിന്നെ ഞാൻ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിരിച്ചുകൊണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോൾ ആൾ എനിക്കും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആൾ ചെയ്ത് എനിക്കിതുവരെ ആരും ഹെയർ ഒന്നും ചെയ്ത് തരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് തോന്നി. എന്ത് ചെയ്യും എന്തായിരിക്കും ചെയ്യാന്നുള്ളത്. ആളെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കത് ശരിയല്ല. കാരണം സൈഡിൽ ഒരു മാതിരി ഇരിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു ആഫ്രിക്കക്കാർ കെട്ടണോ അല്ല ഞാൻ കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ അവിടുന്ന് എടുക്കണോ ഇവിടുന്ന് എടുക്കണോ മുന്നേ ചെയ്തത് മാറ്റില്ല കേട്ടോ. മാറ്റാതെയാണ് ഇതൊക്കെ ചെയ്ത് തന്നുകൊണ്ടിരിക്കണേ ശരിയാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് അത് വിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. കാരണം അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ കെട്ടൊക്കെ അവൾ കെട്ടി തന്നേക്കൊന്ന് അയച്ചിട്ട് മുടി ഒന്ന് ചീകി അത് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും കിടക്കുമ്പോൾ ഒന്നെങ്കിൽ പോണിറ്റെയിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് കെട്ടി ബണ്ണി ഇട്ട് വെക്കും, ഇല്ലെങ്കിൽ പിന്നി കെട്ടും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മുടിയിൽ ചെട ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. ഇനി ഇതൊക്കെ ചെയ്യിപ്പിട്ട് വേണം എനിക്ക് പിന്നൽ ചെയ്യാൻ. ഇതിപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുക, പിന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ മുടി അങ്ങൊന്നും വരില്ലല്ലോ, കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുടിയൊക്കെ കെട്ടിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പക്ഷേ അതൊരു ഗാർണിയറിൻ്റെ നൈച്ചറാണ് കേട്ടോ. അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ടൈം എത്രത്തോളം ആയെന്ന് അറിയില്ല, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പറഞ്ഞു വന്നു. പെട്ടെന്ന് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നൈറ്റ് എഴുന്നേൽക്കാനായിട്ട് ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഞാനൊരു ലിപ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം രാവിലെ ആകുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. നൈറ്റ് അത് ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. മെയിനായിട്ടും ലിപ് ബാം എന്തെങ്കിലും അപ്ലൈ ചെയ്യും. നൈറ്റ് അല്ലാതെ ഫേസിൽ മാക്സിമം ഒന്നും ചെയ്യാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓൾറെഡി പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്യാൻ പതിവ്. ഇന്നത്തേക്ക് അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ബൈ.